ഹലോ ഗൈസ്, ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഉച്ചയൂണിനൊക്കെ ചോറ് കഴിക്കുമ്പോൾ മീൻ വറുത്ത അതേ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഫ്രൈയുമായിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കരുത്ത്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഇന്ന് ഞാൻ ബ്രിഞ്ചാൾ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. ബ്രിഞ്ചാൾ വഴുതനങ്ങ ഫ്രൈ എന്ന് പറയല്ലേ, പിന്നെ കത്തിരിക്ക എന്നൊക്കെ പറയും ചെന്നൈയിലൊക്കെ, തമിഴിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഒരു കിഡിലൻ ഫ്രൈ ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റിയാണ്. ചോറിന് നമുക്ക് അടിപൊളിയായിട്ട് സൈഡായിട്ട് മീനൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ, ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഞാൻ 2-3 വഴുതന എടുത്തിട്ട് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സാധാരണ നമ്മുടെ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് വെച്ച വഴുതിന് ചിലപ്പോൾ ഒരു ബ്രൗണിഷ് കളർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് പച്ചക്കറി ആയാലും ഞാൻ അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് കുറച്ച് സമയം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ട് അടച്ചു വെക്കും കേട്ടോ. എന്നിട്ട് മാത്രമേ ഞാൻ എല്ലാ പച്ചക്കറികളും യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും പൊയ്ക്കോളും. പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചും കൂടെ ബെറ്ററാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് സമയം അത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വച്ച വഴുതനങ്ങയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പ്, പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ഒരു ചിക്കൻ മസാല ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾ പുറത്ത് നിന്ന് ചിക്കൻ പൊടി വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിലെ പൊടി ഇച്ചിരിയും കൂടെ ഇതിൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചിക്കൻ പൊടിയല്ല ചേർക്കുന്നത്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ പൊടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ചേർത്താൽ മതി കേട്ടോ, നല്ല ടേസ്റ്റാണ്. അത് ചേർത്തില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇത് വേണ്ടവർ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ഈ ഒരു പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴുതന മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അവിടെ റെസ്റ്റിൽ വെച്ചതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞാണ് എടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ വഴുതിനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നിങ്ങളെടുത്തുള്ള ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ പാനിൽ മീൻ വെച്ച് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഓരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ നിരത്തി വെച്ചാൽ മതി, വച്ചിട്ട് ചെറു തീയിൽ വെച്ചാൽ മതി, അടിയിൽ കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം അടുത്ത സൈഡും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ വഴുതനയൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിടില്ല കേട്ടോ.
ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിടത്തില്ല കേട്ടോ. മീനിനെയും കൂടെ വെല്ലുവിളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീനൊക്കെ മസ്റ്റായിട്ട് വേണ്ടവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വഴുതനങ്ങയുടെ ഒരു ഭാഗം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഒരു സൈഡ് അങ്ങ് മറച്ചിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ തന്നെ നല്ലൊരു മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരേക്കും നമുക്ക് എല്ലാം ഒന്ന് സൈഡിലോട്ടേക്ക് മറിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറിച്ചിടുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ താഴത്തെ ഭാഗം നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ നല്ലൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ചോറ് കഴിക്കാനുള്ള കൊതിയുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചോറ് കഴിക്കാം അല്ലേ. അപ്പം നമ്മുടെ വഴുതിന രണ്ട് വശവും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മീനൊക്കെ നിരത്തി വെച്ച് പൊരിച്ചതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലേ. പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഇനിയും പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു കുക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ പുതിയ ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടെ കയറിയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് കയ്യിലെടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് സാധനവും. നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ കഴിക്കാനും നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടിയതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.